ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ഭാരിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരോട്, നമ്മളോട് ഓരോരുത്തരോടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് ക്രിസ്തു ആവശ്യപ്പെടുകയാണ്. പല സന്ദർഭങ്ങളിലും പല പ്രയാസഘട്ടങ്ങളിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് ഒരു ഉപമ ഇവിടെ പറയുകയാണ്, ഒരു വിധവയുടെ ഉപമ. ആ വിധവ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ന്യായാധിപൻ, ആ ന്യായാധിപന് ദൈവത്തെ ഭയമോ മനുഷ്യരെ ശങ്കയോ ഇല്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു. ആ ന്യായാധിപൻ അനീതിയുള്ള ന്യായാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ന്യായാധിപൻ്റെ അടുത്ത് വിധവ തൻ്റെ സങ്കടം ബോധിപ്പിക്കുകയാണ്. തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി തന്നെ രക്ഷിക്കുവാൻ ആ വിധവ ആവശ്യപ്പെടുകയാണ്. ഒന്നല്ല രണ്ടല്ല പലവട്ടം ആ വിധവ ആ ആവശ്യം ആ ന്യായാധിപൻ്റെ മുൻപിൽ സമർപ്പിച്ചപ്പോൾ ആ വിധവയുടെ ശല്യം സഹിക്കാൻ സാധിക്കാതെ, ആ വിധവയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ റിക്വസ്റ്റ് തള്ളിക്കളയുവാൻ ന്യായാധിപന് സാധിക്കുന്നില്ല. ആ ന്യായാധിപൻ അവൾക്ക് പ്രതിക്രിയ നടത്തി കൊടുക്കുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളോടും ആവശ്യപ്പെടുകയാണ്. ഹൃദയം നഷ്ടപ്പെടാതെയുള്ള പ്രാർത്ഥന. അതിവേദനയിൽ കാഠിന്യമുള്ള സമയങ്ങളിൽ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അവനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ഒരു മകൻ ഒരിക്കൽ ഒരു അപ്പൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ആ മകൻ ആ അപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ മകൻ്റെ ശിഷ്യന്മാർ അവർ നിദ്രാഭാരം കൊണ്ട് ഉറങ്ങിപ്പോവുകയായിരുന്നു. 1-2 പ്രാവശ്യം ആ മകൻ അപ്പൻ്റെ അടുത്ത് അതിവേദനയോടെ, അപ്പ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ എന്ന് മരണവേദനയിലായിരിക്കുന്ന ആ മകൻ അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ മരണവേദനയുടെ ആ പ്രയാസഘട്ടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുവാൻ സാധിക്കാതെ ഉറക്കത്തിലായിരിക്കുന്ന, കൺപോളകളെ ഉറക്കം പിടിച്ച ആ ശിഷ്യന്മാർ, അവർക്ക് തങ്ങളുടെ ഗുരുവിൻ്റെ വേദന മനസ്സിലാക്കുവാനോ ആ ഗുരു എത്ര പ്രയാസത്തിലാണ് പിതാവാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനോ സാധിക്കാതിരിക്കുന്ന ആ ശിഷ്യന്മാർ, അവിടെ ആ ശിഷ്യന്മാരോടും കർത്താവ് പറയുകയാണ്, മുട്ടിപ്പായി പ്രാർത്ഥിപ്പിൻ. അതെ, അതിവേദനയിൽ പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവം നമുക്കൊരു കോട്ടയായി വരുവാനും, ആ വേദനകളിൽ നിന്നും, ആ സഹനങ്ങളിൽ നിന്നും, ആ പ്രയാസഘട്ടങ്ങളിൽ നിന്നും അവൻ നമ്മുടെ പ്രാർത്ഥന, ആ വിധവയുടെ പ്രാർത്ഥന ന്യായാധിപൻ കേട്ട പോലെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തിനായി മുട്ടിപ്പായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നല്ലൊരു
പ്രഭാതം നേരുന്നു.